റിക്രൂട്ട്മെന്റ് അപ്ഡേഷൻ ആണ്. അതായത് മെയ്യിൽ NHSന്റെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്. 1.5 ഇയർ ഗ്യാപ്പ് ഒരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, NHS ഫ്രീ റിക്രൂട്ട്മെന്റ് അപ്ഡേഷൻ ആണ് ഈ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം NHS ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് ഇത്ര നാളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. NHS ട്രസ്റ്റിന്റെ വഴിയുള്ള എല്ലാ റിക്രൂട്ട്മെന്റ്സും ഫ്രീ തന്നെയാണ്. ഒരു ഗുഡ് ന്യൂസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് അടുത്ത മാസം ഈ വരുന്ന മെയ്യിൽ റിക്രൂട്ട്മെന്റ് സെക്ഷൻസിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ ഇന്റർവ്യൂസ് ഓപ്പൺ ആവുന്നുണ്ട്. വിവിധ NHS ട്രസ്റ്റിന്റെ കീഴിലും അതുപോലെ തന്നെ HSC നോർത്തേൺ അയർലൻഡിലെ ബേസിലുമാണ്, ട്രസ്റ്റിന്റെ കീഴിലുമാണ് പുതിയ ഇന്റർവ്യൂസ് ഓപ്പൺ ആവുന്നത്. 2 ദിവസം മുന്നേ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു പുതിയ ഓൺലൈൻ ഇന്റർവ്യൂസിനെ പറ്റി. സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഈ ഏപ്രിലിൽ പുതിയ റൂൾസ് വന്നതോടുകൂടിയാണ് കുറച്ച് റിക്രൂട്ട്മെന്റ് സെക്ഷൻസിൽ അതുപോലെ തന്നെ UK പലവിധ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് മേഖലകളിലും കുറേ ചേഞ്ചസ് വന്നതും റിക്രൂട്ട്മെന്റ് അളവ് മുമ്പത്തേനെക്കാട്ടി നല്ലപോലെ കുറഞ്ഞതും. പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറേ നഴ്സിംഗ് കോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്ത് നിലവിലെ വേക്കൻസി ഫില്ല് ചെയ്യാനാണ് അവർ ലക്ഷ്യമിടുന്നത്. പരമാവധി ഓവർസീസ് റിക്രൂട്ട്മെന്റ് കുറച്ചുകൊണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് നാളും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഭാവിയിൽ ഇനിയും പഴയതുപോലെ തന്നെ അവസരങ്ങൾ നഴ്സിംഗ് മേഖലയിൽ പുതിയ ഓപ്പർച്യൂണിറ്റികളോടുകൂടി ഫ്രീ റിക്രൂട്ട്മെന്റ് തന്നെ ഓപ്പൺ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് അവർ തരുന്നുണ്ട്. ഇപ്പം ഫ്രീ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, അതായത് വിവിധ സിനാരിയോകൾ തന്നിട്ട് അതുപോലെ തന്നെ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യാം, അങ്ങനത്തെ ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ഏത് രീതിയിൽ നേരിടാം ഇൻ്റർവ്യൂ സെക്ഷൻസിൽ, അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഇൻ്റർവ്യൂ സെക്ഷൻ്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ CBTയുടെ ട്രെയിനിങ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയും. നമുക്ക് UK എൻ്റർ ചെയ്യുന്നവർക്ക് അതിന് മുന്നേ ഉള്ളൊരു ടെസ്റ്റാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വിസ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള സപ്പോർട്ടാണ്. അപ്പോൾ മെയിൻ ആപ്ലിക്കൻറ്റിന്, അതായത് ആരാണോ പോകുന്നത് അവർക്കുള്ള സപ്പോർട്ട്, വിസ സപ്പോർട്ട് തരും ഏജൻസി. അത് കൂടാതെ തന്നെ നമ്മൾ UK വന്നു കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ അഥവാ പാർട്ട്ണർ ആണെങ്കിലും ആരാണോ കൂടെ പോകുന്ന ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കുള്ള സപ്പോർട്ട് കൂടി ഏജൻസി വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് NHS ട്രസ്റ്റിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ്സ് ആണ്. അതായത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതുപോലെ നമുക്ക് ഫ്രീ വിസ ആയിരിക്കും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം OSCE ട്രെയിനിങ് സെക്ഷൻസ് ഉണ്ട്. അതും ടോട്ടലി ട്രസ്റ്റിൻ്റെ കീഴിൽ തികച്ചും ഫ്രീ ആണ്. പിന്നെ നമുക്ക് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫ്ലൈറ്റ് തികച്ചും അതും സൗജന്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇനീഷ്യൽ NHS ട്രസ്റ്റ് ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സിംഗിളായിട്ടായിരിക്കും, എനിക്ക് സിംഗിളായിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. സോ എനിക്ക് വേറെ ഡീറ്റെയിൽസ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഒരു വലിയ വില്ലയിൽ ഓരോ റൂംസ് വീതം അങ്ങനെയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിംഗിൾ അക്കോമഡേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ അക്കോമഡേഷൻ ട്രസ്റ്റിൻ്റെ വകയായിരിക്കും. എനിക്ക് 3 മാസത്തെ അക്കോമഡേഷൻ ആയിരുന്നു ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെ NHS ട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ്സുകളാണ്. വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് OET ഓർ IELTS UK സ്കോർ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്ലബിംഗ് സ്കോറും ഇൻ്റർവ്യൂവിന് അക്സെപ്റ്റഡ് ആണ്. പിന്നെ UK സ്കോർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും ചില അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. റൈറ്റിങ്ങിന് മാത്രം C++ഉം ബാക്കി മൊഡ്യൂളുകളായ റീഡിങ്ങിനും ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും B, ഇതാണ് UK സ്കോർ. സോ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിലൊരു എക്സൈറ്റിംഗ് പാർട്ടായിട്ടാണ് 1.5 ഇയർ ഗ്യാപ്പ് ചില ട്രസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ട്രസ്റ്റ് 6 മാസത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നുണ്ട്. അത് ഡിപ്പെൻസ് ട്രസ്റ്റിന് അനുസരിച്ചിരിക്കും. എന്തായാലും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴും UK ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഇനിയും UK വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങളാണുള്ളത്. റിക്രൂട്ട്മെൻറ്റ് കുറച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഇപ്പോഴും ഫുള്ളായിട്ട് തീർത്തിട്ടില്ല. അതിന് ഞാൻ മുമ്പ് കോണ്ടാക്ട് ചെയ്ത പല ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഇപ്പോഴും എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്. ആ ഒരു മെയിലാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ വീഡിയോയുടെ എൻഡിൽ അവരുടെ മെയിൽ IDയും ഫോൺ നമ്പറും തന്നേക്കാം. സോ നിങ്ങൾക്ക് അവരെ മെയിൽ ചെയ്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ബാൻഡ് 5 നേഴ്സായിട്ടായിരിക്കും നിങ്ങൾ UK വർക്ക് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇനീഷ്യലി ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് ബാൻഡ് 3 ആയിട്ടോ ബാൻഡ് 4 ആയിട്ടോ ആയിരിക്കും നമ്മളിവിടെ കൊണ്ടുവരിക. എന്നിട്ട് OSCE ട്രെയിനിങ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് പാസ്സായി പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാൻഡ് 5 അതായത് ബാൻഡ് 3 വന്ന ഒരാൾ ഡയറക്റ്റ് ബാൻഡ് 5 ഇപ്പോൾ ബാൻഡ് 4 വരുന്നതെങ്കിൽ നേരെ ഡയറക്റ്റ് ബാൻഡ് 5 ആവുന്നു.
ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് റിക്രൂട്ട്മെൻറ്റ് COS, അതായത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് വന്നപ്പോൾ ബാൻഡ് 3 ആയിട്ടായിരുന്നു വന്നത്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ OSCE പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ബാൻഡ് 3-ന്ന് ബാൻഡ് 5-ലോട്ട്, അങ്ങനെയാണ് എനിക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായത്. അടുത്തത് പറയാനായിട്ടുള്ളത് HSC ട്രസ്റ്റുകളെ കുറിച്ചാണ്. അതായത് അവരും ഫ്രീ OSCE ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുകൂടാതെ നമ്മുടെ CBT സെക്ഷൻസിൻ്റെ റീഫണ്ട്, ഇപ്പോൾ നമുക്ക് അവർ 5 ഇയർ ആണ് നമ്മുടെ COS തരുന്നത്. 5 ഇയർ COSനോടൊപ്പം 5 ഇയർ വിസയും പ്രോമിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യൽ അക്കോമഡേഷൻ വളരെ 6 വീക്സ് അങ്ങനെ വളരെ കുറഞ്ഞ കാലയളവ് തരുന്നതായിട്ടാണ് എൻ്റെ അറിവ്. ഇനി ഏജൻസികളുടെ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റ് തികച്ചും ഫ്രീ ആയതുകൊണ്ട് തന്നെ ഏജൻസിക്ക് യാതൊരുവിധ കോസ്റ്റും നമ്മുടെ ഭാഗത്തുനിന്ന്, കാൻഡിഡേറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏതൊരുവിധ UK ഏതൊരുവിധ NHS ട്രസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ HSC നോർത്തേൺ അയർലൻഡ് ആ ഒരു സെക്ഷനിലേക്ക് പോകുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഏതൊരു ഏജൻസിയെ സമീപിച്ചാലും റിക്രൂട്ട്മെൻറ്റ് ഫ്രീ ആണ്. ഏജൻസിക്കുള്ള അവരുടെ ഫീസ്, അവരുടെ സർവീസ് ചാർജുകളെല്ലാം പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ വഴിയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ നാട്ടിലുള്ള ഏജൻസി പോലെ തന്നെ UK-യിലും നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്. അപ്പം ഈ ഏജൻസികൾ തമ്മിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ട്രസ്റ്റിൽ നിന്ന്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഈ ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് തികച്ചും ഫ്രീ ആണ്. നമുക്ക് തികച്ചും ഫ്രീ ആയതുകൊണ്ട് എവിടെയും ഇതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നില്ല അങ്ങനെ കരുതരുത്. നമ്മൾ കൊടുക്കാനുള്ള പൈസ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇത് എവിടെ നിങ്ങൾ NHSൻ്റെ ട്രസ്റ്റിനാണെങ്കിലും HSC നോർത്തേൺ അയർലൻഡിൽ പോകുന്നവരാണെങ്കിലും ഏജൻസിക്ക് യാതൊരുവിധ കോസ്റ്റും ഇവിടെ വരുന്നില്ല. UK-യിൽ ഇപ്പോഴും അവസരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം നഴ്സിംഗ് സെക്ഷൻസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഓപ്പൺ ആകുമ്പോൾ അഡൽട്ട് നഴ്സിംഗിലേക്ക് കാണും, അതുപോലെ തന്നെ മിഡ്വൈഫറി സെക്ഷൻസിലേക്ക്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിലേക്ക്, പിന്നെ OT, ANE ഇതിനോടൊക്കെ പുറമെ എസ്പെഷ്യലി ഏറ്റവും കൂടുതലായിട്ട് പണ്ട് കാലത്തും അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന വേക്കൻസികൾ മെൻ്റൽ ഹെൽത്തിലാണ് ഏറ്റവും കൂടുതൽ. അതായത് മെൻ്റൽ ഹെൽത്ത് സൈക്യാട്രി വിഭാഗ സെക്ഷൻസിലേക്കാണ് കൂടുതൽ ഇൻ്റർവ്യൂസ് ഓപ്പൺ ആകുന്നത്. ഇപ്പോൾ ഈ അടുത്ത് വരാൻ പോകുന്ന ഇൻ്റർവ്യൂവും മെൻ്റൽ ഹെൽത്ത് സൈക്യാട്രി സെക്ഷൻസിലേക്കുള്ള നഴ്സസിനാണ്. സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് വന്ന മെയിലിലെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. സോ അവരുടെ മെയിലിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാനിവിടെ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ആ മെയിൽ എടുത്തിട്ട് മെയിൽ ചെയ്യുക, നിങ്ങളുടെ ബയോഡേറ്റ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, പിന്നെ നിങ്ങളുടെ OET ഓർ IELTS ഏതാണോ നിങ്ങളുടെ സ്കോർ കാർഡ്, എലിജിബിൾ ആയിട്ടുള്ള UK സ്കോർ കാർഡും കൂടെ ചേർത്ത് അവർക്ക് മെയിൽ ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് മന്ത്, അതായത് മെയ് 10-ാം തീയതിയാണ് ഇൻ്റർവ്യൂ മിസ് ചെയ്യാതെ നോക്കുക. അത് മെൻ്റൽ ഹെൽത്ത് സൈക്യാട്രി സെക്ഷൻ നഴ്സിംഗ് മേഖലയിലേക്കാണ് ഈ ഓപ്പൺ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. ഫ്രഷേഴ്സിന് ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുത്ത് മെൻ്റൽ ഹെൽത്ത് സൈക്യാട്രി സെക്ഷൻസിലേക്കാണ് ഫ്രഷേഴ്സിനും കൂടുതൽ ഒരു പ്രാവീണ്യം അവർ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഈ അവസരം മിസ് ചെയ്യാതെ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇതൊരു ഇൻഫോർമേറ്റീവ് റിക്രൂട്ട്മെൻറ്റ് ബേസ്ഡ് വീഡിയോ ആയിരുന്നു. സോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും, ഇൻ്റർവ്യൂ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് അത് കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിനോട് തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.